എന്നാ എടുക്ക് ജോസേട്ടാ. നീ എന്തെണ്ട ജോഷ വെറുതെ ഇരിക്കണ, എടുക്ക്. കപ്പലിലെടുക്കട ജോബിയെ. പിന്നൊരു കാര്യം, ഈ തമ്പിച്ചേട്ടനാൾ ഇത്തിരി കട്ടിയാണെന്നറിയാലോ. കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം, ഇടയ്ക്ക് റിച്ചോറിയാ നിൽക്കണ്ട. ഇയാളിപ്പോ പറഞ്ഞ വഴിക്ക് വന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? എന്താ അല്ലച്ചോ, ഇയാളിപ്പോ 50 മില്യൺ അടുത്തില്ലെന്ന് വിചാരിക്കുക. നമ്മളെന്തിട്ട് ചെയ്യാ? അയാളെ പിടിച്ച് കൺവീനറാക്കിയ പ്രശ്നം തീർന്നില്ലേ? അതല്ലേ നമ്മുടെ ഒരു രീതി. ഈവ കൂട്ടായ്പൊന്നും അയാളുടെ അടുത്ത് ചെലവാവില്ല. തമ്പിച്ചേട്ടാ ഇരിക്കി, ജോണേട്ടാ ഇരിക്കി. വൈകീസേട്ടാ കപ്പലിൽ കുറച്ചുകൂടി എടുത്തോ, പഴം ഇവിടെ ഉണ്ട്. ഇടവകയുടെ സ്പന്ദനം കപ്പലിലാണല്ലോ അല്ലേ? ജോസേ, തലാട്ടിയത് മതി. ഇത് പ്രതിനിധി യോഗമൊന്നുമല്ല. എന്നാ ഇനി ആവശ്യത്തിന് എടുത്തോ. അച്ഛൻ കപ്പലണ്ടി തിന്നാൻ വിളിച്ചതാണെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നല്ല ഒന്നാന്തരം ഗുജറാത്തി കപ്പലണ്ടി ഉണ്ടായിരുന്നേ. ബാറൂച്ചിന്ന് നേരിട്ട് ഇറക്കിയതാ. ഒരു നെല്ലിക്കേട് അത്രയിട്ട് ഒരു മണി. ഒരു മീറ്റിംഗ് നടക്കുമ്പോ ഇതൊന്നും പാടില്ല എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഈ സാധനം കാണുന്നത്. ജോസേ, നീയുണ്ടാ കമ്മിറ്റിയില്? എന്താ തമ്പിയേട്ടാ അങ്ങനെ പറയണേ? ഞങ്ങളും തറവാട്ടുകാരനല്ലേ? അതല്ലടാ, ഇപ്പൊ എത്രയാ നിന്റെ നിരക്ക്? 103. ആ കാലൊക്കെ പോയി, ഇപ്പൊ 112. അപ്പൊ കൊഴപ്പില്ല. ഇപ്പൊ കർത്താവിന്റെ ലൈനല്ലേ, ചുങ്കക്കാരും പാപികളും. വേറെ കുട്ടികൾക്ക് ഊരി ഉണ്ടാവില്ല കേട്ടോ. അച്ഛനെന്താ കപ്പലിന്റെ എടുക്കാത്ത? തമ്പിച്ചേട്ടാ എനിക്കിതൊന്നും കഴിക്കാനുള്ള യോഗമില്ല. കൊളസ്ട്രോൾ അങ്ങ് ആകാശത്താണേ. പിന്നെ നിങ്ങളൊക്കെ കഴിക്കണ കാണുമ്പോൾ ഒരു സന്തോഷം. കളഞ്ഞില്ലേ? ഏറിയാൽ 10, 20, 30 കൊല്ലം അത് ജീവിച്ചു തീർക്കാൻ എന്തിനാണ് അച്ചോ ഈ കണക്കും കാര്യങ്ങളും? ചാവുമ്പോ കൊണ്ടുപോയി കുഴിച്ചിടാന്നല്ലാണ്ട്. എന്റെ ദൈവമേ, നിങ്ങൾ ഇത് കേട്ടില്ലേ? ഓ ഗോഡ്, ഇതിനെയാണ് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. എങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാ തമ്പിച്ചേട്ടന്റെ നാവിന്ന് കുഴിച്ചിടണ കാര്യം കൂടി പോന്നത്. ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് ഇത് 3ാമത്തെ മാസാ. ഈ 3 മാസത്തിനിടയ്ക്ക് 27 പേരാ നമ്മളുടെ ഇടവകയിൽ മരിച്ചത്. തമ്പിച്ചേട്ടൻ പറഞ്ഞതുപോലെ സെമിത്തേരിയില് ഒന്ന് കുഴിച്ചിടാൻ പോലും പറ്റാത്ത അവസ്ഥ. കളക്ടറും MP ഒക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാ. പക്ഷെ ഈ സെമിത്തേരി വലുതാകണ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവർ പറഞ്ഞാണ്. തമ്പിച്ചേട്ടാ, സ്ഥിരം കല്ലറകളും കുടുംബ കല്ലറകളും പള്ളി ഏറ്റെടുത്ത് ഇനി അങ്ങോട്ട് പൊതു കല്ലറകൾ മതി എന്നൊരു തീരുമാനം കഴിഞ്ഞ ആഴ്ച പൊതുയോഗം കൂടി എടുത്തായിരുന്നു. എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നം അതല്ല, സെമിത്തേരിയുടെ ഒത്ത നടുക്ക് നിൽക്കുന്ന ആ ചെറിയ പള്ളി, അതിനകത്തുള്ള 4 കല്ലറകൾ, അതും കൂടെ പൊളിച്ചാലേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുള്ളൂ. അച്ഛൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ആ ചെറുപള്ളിക്കകത്തുള്ള 4 കല്ലറകൾ എന്റെ തറവാട്ടു കല്ലറകളാണ്. അതായത് നെരിക്കാശ്ശേരി കുടുംബത്തിന്റെ. അത് പൊളിക്കണം. അതിന് ഞാൻ സമ്മതിക്കണം. എന്റെ ദൈവമേ, ദേ പിന്നെ നിന്റെ ഇടപെടൽ. തമ്പിച്ചേട്ടാ, സത്യം ആ പറഞ്ഞതാണ് കാര്യം. അച്ഛന്റെ കപ്പലണ്ടി വീണ്ടും വേസ്റ്റായി. അത് നടക്കില്ലച്ചോ. 10-40 കൊല്ലം മുൻപ് പള്ളിപ്പണിക്ക് കാശ് തികയാതെ വന്നപ്പോ 7 ലക്ഷം രൂപ എണ്ണിക്കൊടുത്തതിന് പകരം കിട്ടിയതാണ് ആ കല്ലറകൾ. ഞാനും കൂടി അഴുകിത്തീരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും നിങ്ങൾക്കത് പൊളിക്കാൻ. താനിതൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നല്ലാണ്ട് ഇതിനൊക്കെ വല്ല രേഖയില്ല. രാജക്ക,
തമ്പി കുറെ മുതലും സ്വത്തും ഒക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ ആധാരം എവിടെയാണെന്ന് പോലും തമ്പിക്ക് അറിയില്ല. കുറെയൊക്കെ ചെതല് പിടിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ അന്ന് 7 ലക്ഷം എണ്ണിക്കൊടുത്തപ്പോ ഞഞ്ഞിപൂർവം കിട്ടിബോധിച്ചു എന്ന് പറഞ്ഞ് ഒരു റെസീറ്റ് തന്നിട്ടുണ്ട്. അത് ഞാൻ ചേർപ്പ് യൂണിയൻ ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കൽ പോയി ഞാനത് നോക്കും. തമ്പി ചേട്ടാ, ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഇതൊരു പൊതു കാര്യമല്ലേ? ഇത് പൊതു കാര്യല്ല ചോ, തമ്പിയുടെ സ്വന്തം കാര്യ. തറവാട്ടിൽ 2 മെത്രാന്മാരുണ്ട്, 10-40 അച്ഛന്മാരും. അവരൊക്കെ നിരന്നു നിന്ന് ഒപ്പീസ് ചൊല്ലുമ്പോ നീണ്ടു നിവർന്നങ്ങനെ കിടക്കണം തമ്പിക്ക് ആ കല്ലറയിൽ. ഞാൻ ഇറങ്ങുക. സംഭാവന എത്രയാണെന്ന് വെച്ചാൽ എഴുതി കൊടുത്തോ. തുക എത്രയാണെന്ന് നോക്കണ്ട. അച്ചോ, ഗുജറാത്തി കപ്പലണ്ടി ഞാൻ കൊടുത്തയക്കുന്നുണ്ട്. ജോണേട്ടാ, നിങ്ങൾ കാര്യമായിട്ട് ഒന്ന് ശ്രമിക്കണം. അപ്പനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അച്ചോ. അച്ഛനൊന്നുകൂടി പറഞ്ഞ അപ്പൻ കേൾക്കും. പക്ഷെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. കാലാകാലങ്ങളിൽ ഇതുപോലെ കുറെ എണ്ണം പള്ളിമേടയിൽ കയറി ഇറങ്ങാച്ചോ. അച്ഛൻ ഇവര് പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ഓ പിന്നെ ഒരു മര്യാദ ചെയ്യാന്ന് വിചാരിച്ചപ്പോ പ്രതിനിധി യോഗം കൂടി തീരുമാനം എടുത്ത പിന്നെ പൊളിക്ക് തന്നെയാണ്. JCB കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തുക, ബന്ധോട്ട് ചെയ്യേ. ധൈര്യം ഉണ്ടെങ്കിൽ പൊളിക്കടാ. നീയൊന്നും പിന്നെ കോടതിയിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണം നേരം ഉണ്ടാവില്ല. നിരക്കശ്ശേരിക്കാരോട് കേസ് പിടിക്കാനുള്ള കോപ്പൊന്നും നിന്റെ പള്ളിയിലില്ലടാ മക്കളെ, നിന്റെ തറവാട്ടിലും ഇല്ല. ഐ ജോണേട്ടാ, നിങ്ങൾ ചൂടാവല്ലേ, അടങ്ങ്, നമുക്ക് സംസാരിക്കാം. അച്ഛാ, ഇതിൽ സംസാരിക്കാനൊന്നുമില്ല. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ പട്ടി ചാവണ പോലെ ഇടവകയിൽ കൊറോണം ചാവണോന്ന്. അതിന്റെ ഇടയിൽ കിടന്ന് അഴിയാനുള്ളതല്ല എന്റെ അപ്പന്റെ ശരീരം. എന്റെ അപ്പന്റെ പേര് നിരക്കശ്ശേരിൽ ജോസഫ് തമ്പിന്നാ. നിരക്കശ്ശേരിൽ ജോസഫ് തമ്പി. അപ്പന്റെ പേരെന്താന്ന് പറഞ്ഞേ? തമ്പി, നിരക്കശ്ശേരിൽ ജോസഫ് തമ്പി. ഒരാഴ്ചയല്ല വിളിക്കണു, ഇപ്പോഴാണോ വരണേ? അവിടെ നിക്ക്, ഇപ്പൊ കൊണ്ടുവരും. Got the man with the plan right here. Bringing swag with the man right here. Living up and sipping on beer. Yeah, clap for me man right here. അപ്പന്റെ പേരെന്താന്നാ പറഞ്ഞേ? തമ്പി, നിരക്കശ്ശേരിൽ ജോസഫ് തമ്പി. ശരിയാണല്ലോ. ഇത് പിന്നെ നിന്റെ മീൻ കൂട്ടാനാ? എന്നാ തറവാട്ടിൽ 2 മെത്രാന്മാരുണ്ട്, 10-40 അച്ഛന്മാരും. അവരൊക്കെ നിരന്ന് നിന്ന് ഒപ്പീസ് ചൊല്ലുമ്പോ നീണ്ടു നിവർന്നങ്ങനെ കിടക്കണം തമ്പിക്ക് ആ കല്ലറയിൽ.